സംസാരിക്കാൻ പേടി തോന്നുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നതും കൈകാലുകൾ വിറയ്ക്കുന്നതും തൊണ്ട വറ്റുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും കരുതുന്നത് ഇത് നമ്മുടെ ബലഹീനതയാണെന്നാണ്. എന്നാൽ നമ്മുടെ ശരീരം നമ്മളെ ഒരു വലിയ കാര്യത്തിനായി തയ്യാറെടുപ്പിക്കുന്നതാണ്. പണ്ട് കാട്ടിലൊരു മൃഗത്തെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാനോ പൊരുതാനോ വേണ്ടി ശരീരം നൽകിയിരുന്ന അതേ ഊർജമാണ്, അതായത് അഡ്രിനാലിൻ ആണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വിറയലിനെയോ നെഞ്ചിടിപ്പിനെയോ പേടിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ശരീരം നൽകുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. ആ സിഗ്നലിനെ എതിർക്കുന്നതിന് പകരം അതിനെ സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ആ പേടിയുടെ കാഠിന്യം പതുക്കെ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഹായ്, വെൽക്കം ടു ഡേ 3 ഓഫ് 21 ഡേ സ്പീക്ക് കോൺഫിഡൻ്റ്ലി വിതൗട്ട് ഫിയർ ചലഞ്ച്. ഞാൻ കോച്ച് ശാലിനി. ഇന്ന് നമ്മുടെ ശരീരത്തെയും അതിലുണ്ടാകുന്ന മാറ്റത്തെയും അടുത്തറിയാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു പരിഭ്രമം തോന്നുമ്പോൾ കണ്ണടച്ച് 30 സെക്കൻഡ് ശാന്തമായിരിക്കുക. ആ പേടി ശരീരത്തിൻ്റെ എവിടെയാണ്, അതായത് നെഞ്ചിലാണോ വയറ്റിലാണോ അതോ തൊണ്ടയിലാണോ അനുഭവപ്പെടുന്നത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ഏറ്റുപറയേണ്ട അഫർമേഷനാണ് പറയുന്നത്. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ സിഗ്നലുകളെ ഞാൻ മനസ്സിലാക്കുന്നു. കമൻറ്റ് ചെയ്യൂ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ആ മാറ്റം അനുഭവപ്പെട്ടത്? ഉദാഹരണത്തിന് നെഞ്ചിലാണോ, തൊണ്ടയിലാണോ, വയറ്റിലാണോ, തലയിലാണോ? താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നത് ആത്മവിശ്വാസം വളർത്താനുള്ള പ്രധാന ഘട്ടമാണ്. 4-ാം ദിനത്തിൽ കാണാം. താങ്ക് യു.